കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദ്യമായിട്ടൊരു മൈലാഞ്ചി കല്യാണം ചെയ്യുമല്ലേ? അത് സ്ത്രീകളെ വെച്ച് ചെയ്താൽ നന്നായിരിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ വസുവിനെ കൊണ്ട് ചെയ്ത എങ്ങനെയുണ്ടായിരിക്കും അബി? വസുന്ധരയോ? അതേടാ അബി, വസുവിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷനിൽ അവൾ ഉണ്ടായിരുന്ന വളരെ നന്നായിരിക്കില്ലേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ പറഞ്ഞേ? നീ സമ്മതിച്ചെന്നോ? ഓക്കെ എന്ന് പറഞ്ഞല്ലോ. അപ്പോ വസു സമ്മതിക്കുമല്ലേ? ഞാൻ സമ്മതിപ്പിക്കാം. എന്റെ ദൈവമേ, ഇതൊക്കെ സത്യം തന്നെ. ഞാൻ സ്വപ്നം കാണുന്നല്ലോ അല്ലേ? സ്വപ്നമല്ല, സത്യമാണ്. ഞാൻ അബിയെ സമ്മതിപ്പിച്ചു. അബിയെ സമ്മതിപ്പിക്കുന്നത് ഇത്ര ഈസി ആയിരുന്നോ? ഞാൻ എന്റെ ഇത്രയും കഴിവ് വെച്ചിട്ടാ ഇത്രയും നാള് സൈലന്റ് ആയിട്ടിരുന്നേ. എടാ ഭാസ്കർ, നിനക്ക് സാമർഥ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. നീ ബ്രില്യന്റ് ആടാ, നീ ജീനിയസാ, നീ ജയിക്കാനായിട്ട് ജനിച്ചവനാ. എന്റെ ഈ വിജയം ഉണ്ടല്ലോ, ഭാവനയോട് എത്രയും പെട്ടെന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യണം. നഗരഗലികളിൽ നിറഞ്ഞു വീഞ്ഞ നൂറകൾ നൂറയിടും മറിയ മഞ്ഞ കനക കൊലുസുമായി അണിഞ്ഞൊരുങ്ങ മിഴിയിൽ ചുകൾ പാടി ഇതെന്താ വല്ല മൂലക്കുരു വല്ല ഉണ്ടോ? മൂലക്കുരുവോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെന്താ ഏട്ടൻ ഇങ്ങനെ നടന്നു വരുന്നേ? ഞാൻ വിജയിച്ചടി. എന്ത് വിജയിച്ചെന്നാ? ഞാൻ ജയിച്ചെന്ന്. അതാ ചോദിച്ചേ, എന്ത് ജയിച്ചെന്ന്? ഞാനൊരു വീരശൂരനാ, ബാഹുബലി. അപ്പൊ തെന്നാലി രാമനല്ലോ? ആദ്യം കാര്യം എന്താന്ന് പറയൂ. മൈലാഞ്ചി കല്യാണത്തിന് വസുവിനെയും കൂട്ടിക്കൊണ്ടു പോവാൻ അബി സമ്മതിച്ചു. സത്യമാണോ? നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഒരു 5 മിനിറ്റ് മുമ്പേ നീ വരണമായിരുന്നു. അബി എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? വേണ്ട, നടക്കില്ല, സമ്മതിക്കില്ല. ഞാനും വിട്ടൊന്നും കൊടുത്തില്ല. അബിയെ എതിർത്ത് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അബിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായി മറുപടി കൊടുത്തു. അവനെ കൂടുതൽ ആലോചിക്കാൻ വിടാതെ പെട്ടെന്നായിരുന്നു എന്റെ മറുപടി. അവസാനം കൈകെട്ടി നിന്നിട്ട് ഏട്ടൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കാന്ന് അവൻ പറയുകയും ചെയ്തു. എന്നെ ഒന്ന് തൊഴുതിന് ശേഷം വസുവിനോട് പറയാന്ന് പറഞ്ഞ അവൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്താ ഞാൻ പറയുന്നത് കള്ളോണം തോന്നുന്നുണ്ടോ നിനക്ക്? ചുമ്മാ തള്ളി മറിക്കണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോ ഞാൻ തള്ളി മറിക്കാണെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാനൊരു ശക്തിമാനാ. ഈ വീട്ടിലെ മൂത്ത മകൻ, നാട്ടുരാജാവ്. അങ്ങനെയാണോ? എങ്കില് ഇതേ ധൈര്യത്തില് അമ്മയെ കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കും. എന്താടി, അബിയെ ഞാനും അമ്മയെ നീയും സമ്മതിപ്പിക്കാനല്ലേ കരാറ്? അപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്നേക്കാള് ബെറ്റർ അമ്മയെ സമ്മതിപ്പിക്കാൻ പറ്റുന്നത് ഏട്ടനാണ്. അബി ഇളയതായതുകൊണ്ട് സമ്മതിപ്പിച്ചു. പക്ഷെ ഇപ്പൊ അമ്മ എങ്ങനെ സമ്മതിപ്പിക്കും? ഏട്ടൻ ആരാ? ബാഹുബലി, ശക്തിമാൻ. ഏട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, നീ സത്യം പറഞ്ഞേ. നീ എല്ലാം കേട്ടല്ലേ? അബിയോട് ഞാൻ സംസാരിച്ചേക്ക നീ കേട്ടല്ലേ? ഞാൻ എപ്പ വന്നാലെന്താ, എന്ത് കേട്ടാലെന്താ? വീട്ടിലെ മൂത്ത മോനായതുകൊണ്ട് അമ്മയെ സമ്മതിപ്പിക്കേണ്ട ചുമതല ഏട്ടനാ. എന്നോട് റിവഞ്ച് എടുക്കുന്നതിന് ഇതാണോ സമയം? നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഏട്ടന്റെ ടാലന്റ് പുറത്തറിയിക്കാനുള്ള ഒരു അവസരം ഇത്. എനിക്കെന്ത് ടാലന്റാ ഉള്ളേ? ഞാൻ സീറോയാ. ഓരോ മനുഷ്യനും ഹീറോ ആവാനുള്ള ഒരു ചാൻസ് കിട്ടും. ഇതാ ഏട്ടന്റെ ചാൻസ്. വേഗം ചെല്ല്, പോയി അമ്മയെ സമ്മതിപ്പിച്ച് ഹീറോ ആക്. ഭാവനെ, ഭാവനെ,
കൊളവായി. എന്തിനാണ് ആവശ്യമില്ലാതെ ഈ ബിൽഡപ്പിന് പോയെ? നിന്റെ കാൽക്കുലേറ്ററിലെ സ്ക്വയർ റൂട്ടാ നീ. ഛേ. ഇപ്പൊ അമ്മ എങ്ങനെ സമ്മതിപ്പിക്കുന്ന? അതെ വസു. അയ്യോ സോറി. ഐ എം റിയലി സോറി. എന്താ ഇത്? നേരെ ഇങ്ങ് കേറി വന്നോ? അത് പിന്നെ ഡോറിലൊന്നും തട്ടാൻ പാടില്ലേ? ഇയാൾക്ക് കഥ ഒന്ന് ലോക്ക് ചെയ്തിടായിരുന്നോ? പോയ ആള് തിരിച്ചു വരുമെന്ന് ഞാനെങ്ങനെ അറിയാനാ? താനീ കോലത്ത് നിൽക്കുമെന്ന് ഞാനെങ്ങനെ അറിയാനാ? ഓഫീസിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ തിരിച്ചു വന്ന്? പെട്ടെന്ന് ചെയ്യിച്ചിട്ടോ, ഞാൻ പുറത്തേക്കാം. കുഴപ്പമില്ല. ഫോൺ എടുക്കാൻ മറന്നുപോയോ? ഇല്ല. പേഴ്സ് എടുക്കാൻ മറന്നുപോയോ? ഇല്ല. ഓ, ലാപ്ടോപ്പ് ആയിരിക്കും അല്ലേ? അല്ല. പിന്നെന്താ തിരിച്ചു വന്നേ? ആഹാ, വെറുതെ ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ടിരിക്കും. എനിക്കതിന് ടെൻഷനൊന്നും ഇല്ലല്ലോ. കൂളായിട്ടാ ഞാൻ നിക്കുന്നേ. വേണമെങ്കിൽ നോക്കിക്കോ. നോക്കുന്നുണ്ടോ ഇല്ലയോ? ആ, കണ്ടു. അങ്ങനെ പറ. എല്ലാ കാര്യങ്ങളും പറഞ്ഞാലേ മനസ്സിലാവോ? ഏട്ടനല്ലേ തനിച്ച് എന്നോട് തന്നെ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞേ? ഓക്കെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും താൻ വീട്ടിലെന്താ ചെയ്യുന്നേ? അല്ലേ, ഞാൻ മടി പിടിച്ചിരിക്കുകയാണെന്നാണ് ചോദിക്കുന്നത്? മൈൻഡ് വോയിസിൽ പറയണ്ട, ഓപ്പൺ ആയിട്ട് തന്നെ പറയും. രാവിലെ ഞാൻ കുട്ടികളെയൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് അയക്കും. അതിനുശേഷം ഏട്ടനെ ഓഫീസിലേക്ക് അയക്കും. പിന്നെ കുട്ടികളുടെ റൂം ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ റൂം ക്ലീൻ ചെയ്യും. അതിനുശേഷം കുക്കിംഗ് ജോലി ഭാവന ചേച്ചി ചെയ്യും. പിന്നെ വീട്ടു ജോലി കാർത്തിക ചെയ്യും. സോ താനപ്പോ ഇവിടെ ഫ്രീ ആണല്ലേ? ഞാൻ ഫ്രീ ഒന്നും അല്ല. വീട്ടു ജോലിയിലും അടുക്കള ജോലിയിലും ഞാൻ ചെന്ന് സഹായിക്കും. നോ. ഐ മീൻ താനിവിടെ ഇല്ലെങ്കിലും ജോലികളൊക്കെ അവര് ചെയ്തോളൂ. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് ചോദിക്കുന്നേ? എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ ചെയ്യുമെന്ന് അറിയാനാ. ഞാൻ ചെയ്യാലോ. ഫ്രീ ടൈമില് എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യും. ഓ ഓക്കെ. ഒരു ഈവന്റ് വന്നിട്ടുണ്ട്. അതിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ചെയ്യാലോ, ഞാൻ ചെയ്യാം. ഇല്ല, വേണ്ട. അല്ലെങ്കിൽ സിത്താർ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ അമ്മ ഇവിടെ വലിയ വഴക്കുണ്ടാക്കിയതാ. ശരി, ഇനി തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് ഏട്ടനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താൻ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ? അമ്മ ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അമ്മയോട് ഞാൻ സംസാരിക്കാം. വേണ്ട. അല്ല, തനിക്ക് എന്താ പറ്റിയേ? ഏട്ടൻ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മ വിചാരിക്കും ഞാൻ ഏട്ടനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അമ്മയോട് പോയി ചോദിച്ചോളാം. ഉറപ്പാണോ ഇല്ലയോ? Sure. ഇങ്ങനെ വാ തുറന്ന് പറയണം. ഓക്കെ, ഇത് മൈലാഞ്ചി ഇടൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് തനിക്കറിയാലോ. ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഡെക്കറേഷൻ എന്ന് വെച്ചാൽ എന്താ ഏട്ടൻ പറയുന്നേ? മനസ്സിലായില്ലേ? വീടുകളെല്ലാം നല്ല കളർഫുൾ ആയിട്ട് അലങ്കരിക്കുന്നത്. വീട് മാത്രമല്ല ഏട്ടാ, വീടിനകത്തുള്ള എല്ലാം പൂക്കൾ വെച്ച് അലങ്കരിക്കണം. വലിയ വലിയ പാത്രങ്ങൾ, ദീപം അലങ്കരിക്കുന്ന വിളക്കുകള്, ബെഞ്ച്, തൂണ്, അങ്ങനെ ഇതൊക്കെ ഫംഗ്ഷനിൽ ചെയ്താൽ മതി. എന്നോട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ചെയ്തേക്കാം. എന്താടോ ഇത്? ഏട്ടനല്ലേ പറഞ്ഞത് വാ തുറന്ന് സംസാരിക്കണോന്ന്? അതെ. ഒരുപാട് നന്ദിയുണ്ട്. എന്തിന്? എന്നെ ഏട്ടൻ പുറത്തേക്ക് കൊണ്ടുപോവല്ലേ?
പിന്നെ ഏട്ടന്റെ ജോലിയിൽ എനിക്കും കൂടെ സഹായിക്കാൻ പറ്റുന്നതിന്. ഇനി എനിക്ക് പറ്റില്ല ആന്റി. ഇപ്പൊ തന്നെ എനിക്ക് പോയി അമ്മയോട് ചോദിക്കണം. അയ്യോ വേണ്ട മോളെ, നിക്ക്, തിടുക്കം കാണിക്കല്ലേ. ആ ഇന്ന് ഓയിന്റ്മെന്റ് കൊടുത്തു, നാളെ വീടിന്റെ താക്കോല് കൊടുക്കൂലെന്ന് എന്താ ഉറപ്പുള്ളത്? അല്ല, വസുവേട്ടത്തിക്ക് ഓയിന്റ്മെന്റ് കൊടുത്ത അമ്മ എനിക്കെന്താ അപ്പോയിന്റ്മെന്റ് തരില്ലേ? ജോലി ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കില്ലേ? ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാം, ഇപ്പോഴല്ല. ഇപ്പൊ ചോദിച്ചില്ല പിന്നെ എപ്പ ചോദിക്കാനാ? എന്ത് വന്നാലും ശരി, വസുവിന്റെ കാര്യം ഞാൻ അമ്മയോട് പറയും. അഭി സമ്മതിച്ചെന്ന് ഞാനങ്ങ് പറയും. അദ്ദേഹം സമ്മതിക്കുവാണെങ്കിൽ അമ്മയും സമ്മതിക്കുമല്ലോ. പിന്നെ അമ്മയും എന്നോട് സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത് ഇപ്പോ. അതുകൊണ്ട് ചോദിച്ചാൽ സമ്മതിക്കും എന്തായാലും. എന്തായാലും ഭാവനേച്ചിയും സപ്പോർട്ട് ചെയ്യും. എന്റെ സപ്പോർട്ട് എപ്പോഴും അമ്മയ്ക്ക് തന്നെയാ. നിന്നെപ്പറ്റി എനിക്ക് അറിയില്ലേ മോളെ. നിനക്ക് നിന്റെ അമ്മ കഴിഞ്ഞാൽ എന്നെയല്ലേ ഇഷ്ടം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനാ നിന്നെ കുറ്റപ്പെടുത്തുന്നത്. വഴക്ക് പറഞ്ഞാൽ അടിച്ചാൽ എനിക്ക് അമ്മയല്ലേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു മരുമകൾ ഏതൊരു അമ്മായിയുടെയും ഭാഗ്യവാ. എടീ, ഇപ്പൊ തന്നെ നീ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്നെ തോണ്ടി കളിക്കുന്നു. എടുത്തി, എന്താ എടുത്തി? കാർത്തികയ്ക്ക് എടുത്തിയോട് എന്തോ പറയണമെന്നുണ്ടെന്ന്. എന്താ മോളെ? കാർത്തിക് എത്ര സമയം എവിടെ ആയിരുന്നു? അത് പിന്നെ ഞാൻ മുകളിലായിരുന്നു, തുണി ഉണക്കുമായിരുന്നു. നീ എന്താ പറയുന്നേ? ഉണങ്ങാനിട്ട തുണിയൊക്കെ ഉണങ്ങിയത് കൊണ്ട് ഭാവന അതെല്ലാം എടുത്തല്ലോ. എടി മണ്ടി, കണ്ടിന്യൂറ്റി നോക്കാതെ നീ ഡയലോഗ് അടിക്കല്ലേ, സീൻ ശ്രദ്ധിക്കേ. ഇവരെന്തിനെ കുറിച്ചായിരിക്കും പറയാൻ വന്നേ? ഞാൻ ചോദിക്കാൻ വന്ന കാര്യവും ഇവര് ചോദിക്കാൻ വന്ന കാര്യവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരിക്കില്ലല്ലേ? നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? അത് ആന്റി പറയൂ അമ്മേ. എന്താ കാര്യങ്ങളേമേ, നിനക്ക് എന്താ പറയാനുള്ളത്? അത് വേറൊന്നല്ല എടുത്തി. കുറച്ചു നേരം മുമ്പ് കാർത്തികയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അവളുടെ കല്യാണം ഇപ്പൊ അടുത്താ കഴിഞ്ഞത്, കാർത്തികയെ പോലെ. അവക്കൊരു അമ്മായിയും വേണ്ടത്രേ, തങ്കപ്പെട്ട സ്ത്രീയാന്ന്, ഏടത്തിയെ പോലെ തന്നെ. മരുമക്കളെ അമ്മായിയമ്മയായിട്ടല്ല സ്വന്തം മക്കളായിട്ടാ നോക്കുന്നതെന്ന്, ഏടത്തിയെ പോലെ. മരുമക്കളെ തടഞ്ഞു നിർത്താതെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക എന്റെ ഏട്ടത്തിയെ പോലെ. എന്തിനാ ഇളയമ്മ അമ്മയെ ഇത്രയ്ക്ക് അങ്ങോട്ട് സോപ്പിടുന്നത്? മരുമക്കൾ എന്തു പറഞ്ഞാലും കേൾക്കുമെന്ന്, ഏടത്തിയെ പോലെ.
അവരെന്നെക്കാളും നല്ല ആളാണെന്ന് തോന്നുന്നു. അതേ എടുത്തേ, അവരെത്രയ്ക്ക് നല്ലവരാണെന്നറിയോ? മരുമകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നതിന് അവർക്ക് എതിർപ്പില്ലാന്ന്. എന്തിനാ ഇങ്ങനെ പറയുന്നേ? ഇവിടുത്തെ അമ്മ സമ്മതിക്കില്ലെന്നാണോ ആന്റി? നിന്റെ അമ്മായിയമ്മയുടെ നല്ല ഗുണത്തെ പറ്റി എനിക്കറിയില്ലേ? മുല്ലപ്പൂ വെളുത്തിരിക്കുന്ന എത്ര സത്യാണോ, നിന്റെ അമ്മായിയുടെ മനസ്സും തങ്കപ്പെട്ടതാണെന്ന് സത്യം തന്നെയാ. അതുപോട്ടെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അത് പിന്നെ സിംഗപ്പൂരോ സ്വിറ്റ്സർലാൻഡോ അവിടെ എങ്ങാണ്ട് ജോലി ചെയ്യുക. നാണമില്ലാത്തവൻ. ആണുങ്ങള് ജോലിക്ക് പോകുന്നതിന് എന്ത് നാണക്കേടാ? ഞാൻ പറയുന്നത് ആ പയ്യനെ പറ്റിയല്ല, ആ പെണ്ണിനെ പറ്റി. ആ പെണ്ണിനെന്താ പുറത്തുപോയി ജോലി ചെയ്യാൻ പാടില്ലേ എടുത്തി? ചെയ്യാൻ പാടില്ല. പെണ്ണാണെങ്കിൽ വീട്ടിലായിരിക്കേണ്ടത്, വീട്ടുജോലിയാ ചെയ്യേണ്ടത്, അത്ര തന്നെ. ഇനി അവളെങ്ങാനും ഫോൺ ചെയ്യുകയാണെങ്കിൽ നീ സംസാരിക്കരുത് കാർത്തികേ. ഇനി വിളിക്കരുതെന്ന് പറഞ്ഞേക്കണം. ഇതുപോലത്തെ മരുമകൾ വേസ്റ്റാണ്. ആ മരുമകളെ എൻകറേജ് ചെയ്യുന്ന അമ്മായി അതിലും വേസ്റ്റാ. ഇതെന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റ്. ആ അമ്മായിയായിട്ട് എന്നെ താരതമ്യം ചെയ്തത് ശരിയല്ല. എന്താ ഭവൻ ഇങ്ങനെയൊക്കെ? വളരെ നന്നായി വസു അമ്മയോട് ചോദിക്കാത്തത്. അതെ ചേച്ചി, ഞാനും കൂടി ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ഉറപ്പായിട്ടും വഴക്ക് പറഞ്ഞേനെ. അവര് എന്താ സംസാരിച്ചോണ്ടിരിക്കുന്ന ആന്റി? പ്ലാൻ ഇട്ടത് നമ്മളല്ലേ? അവരുടെ മുഖം എന്താ ഫെയിൽ ആയതുപോലെ ഇരിക്കുന്നേ? അപ്പോ പിന്നെ അവരും നമ്മളെപ്പോലെ ഏതോ കാര്യം ചോദിക്കാനായിരിക്കും വന്നത്. നമ്മളൊരു പ്ലാനുമായിട്ടാ പോയത്, ഇവരും ഏതെങ്കിലും ഒരു പ്ലാനുമായിട്ടായിരിക്കും വന്നത്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാ ആന്റി എവരുടെ പ്ലാൻ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നേ? ആദ്യമായിട്ട് കഷ്ടപ്പെട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയതാ. സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ വന്ന് കാർത്തിക എല്ലാം കുളവാക്കി. അവക്ക് ഓവർ സ്മാർട്ട് ആകാനേ കഴിയുമെന്ന് വിചാരിച്ചേ. ഓവർ സ്പീഡിൽ ആക്സിഡന്റ് ഉണ്ടാക്കാനും പറ്റുമെന്ന് ഇപ്പോഴാ മനസ്സിലായേ. ചേട്ടാ, എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നേ? ഇല്ല മോളെ, എന്തിനാ നിർത്തിക്കളഞ്ഞേ? നല്ലോണം ചിരിക്ക്. എനിക്കാണെങ്കി ഇവിടെ വയറ് കത്തുക, അപ്പോഴാണ് ഒടുക്കത്തെ കുളിര്. ഏട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് ഞാൻ അമ്മയോട് ചോദിക്കാനാ പോയത്. ആ കാര്യം തന്നെ ഞാനും ചോദിക്കാൻ വന്നേ. ഏത് കാര്യം ഭാസ്കരേട്ടാ? വല്യേട്ടാ, ഞാനില്ലാണ്ട് അവിടെ മീറ്റിംഗ് നടത്താ. നീ മോളോട്ടോ മോളോട്ടോ. കറക്റ്റ് സമയത്താ നീ വന്നത്.
നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ ആകെ മാറിയനെ. എന്തു പറ്റി എടുത്തി? അതേനടാകില്ലേ, നാളെ നമുക്കൊരു ഫംഗ്ഷൻ ഇല്ലേ? അതെ, മൈലാഞ്ചി കല്യാണം. ആ ഫംഗ്ഷന് വസുവിനെ കൂടെ കൊണ്ടുപോകണമെന്ന് അഭി വിചാരിക്കുക. ആ കാര്യം ചേച്ചി എങ്ങനെയാ അറിഞ്ഞേ?